സിനിമാ മേഖലയിലെ പരാതികൾ വർദ്ധിക്കുന്നതോടെ വിശ്വസനീയത ഉറപ്പുവരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം വിശദ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കും. ലഭിച്ച പരാതികളിൽ പ്രാഥമിക മൊഴിയെടുപ്പ് നടത്തുമെങ്കിലും വിശ്വസനീയത ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യൂ. സിദ്ദിഖിനും മുകേഷിനും ഇടവേള ബാബുവിനും എതിരെ കേസെടുത്തത് ഇത്തരത്തിലാണ്. പരാതികൾ വർദ്ധിക്കുന്നതോടെ ഇവയുടെ വിശ്വസനീയത പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രാഥമിക മൊഴിയെടുപ്പ് നടത്തും. ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യണോ എന്നതിൽ തീരുമാനമെടുക്കും. നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന കേസിൽ യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 20-ലധികം പരാതികളാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമായി ലഭിച്ചത്. ഇതിൽ പലതും പുറത്തുവരാത്ത കേസുകളാണ്. 5ഓളം പേർ മാത്രമേ പുറത്ത് പീഡനാനുഭവം പറഞ്ഞിട്ടുള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ലൈംഗിക പീഡന പരാതികളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയൂ. മറ്റു കേസുകളിലെ പ്രാഥമിക മൊഴികൾ പരിശോധിച്ച ശേഷമായിരിക്കും രഹസ്യമൊഴിയിലേക്ക് കടക്കുക. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടിയുടെ രഹസ്യമൊഴി കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുക. കേസെടുക്കുന്ന എല്ലാ പരാതികളും അറസ്റ്റിലേക്ക് കടക്കും. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ മുകേഷിനെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. കൊച്ചി മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു. അതേസമയം സരിത, അതായത് മുകേഷിന്റെ മുൻ ഭാര്യ, തനിക്ക് നേരിട്ട പീഡനങ്ങൾ തുറന്നു പറഞ്ഞാൽ പരാതി കൊടുത്താൽ വീണ്ടും കേസെടുക്കേണ്ടി വരും. CPM MLAക്കെതിരെ ജാമ്യമില്ല കേസാണ് എടുത്തിരിക്കുന്നത്. അതേസമയം സിദ്ദിഖിനെതിരെയുള്ളതും അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഇതും അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം. IPC 354 വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസ്. മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. ജയസൂര്യക്കെതിരെ ഇന്നലെയാണ് കേസെടുത്തത്. തുടർന്ന് മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവരടക്കം 7 പേർക്കെതിരായ പരാതിയിലും അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. 8 വർഷം മുൻപ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ ബലാത്സംഗം, അതായത് IPC 376, ഭീഷണിപ്പെടുത്തൽ 506 എന്നീ വകുപ്പുകളാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ ചുമത്തിയത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. സിദ്ദിഖ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചേക്കാമെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 3 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ നടൻ റിയാസ് ഖാനെതിരെയും നടി വെളിപ്പെടുത്തൽ നടത്തിയതായിട്ടാണ് വിവരം. മുകേഷ് അടക്കമുള്ളവർക്കെതിരായ വെളിപ്പെടുത്തലിൽ DIG അജിത ബീഗം, AIG G പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘാംഗവും തൃശൂർ കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലും ഇന്നലെ 4 പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി.